അധ്യക്ഷം വഹിക്കുന്ന അലുമിനി അസോസിയേഷന്റെ പ്രസിഡന്റ് പ്രൊഫസർ ലീന ചിറയിൽ, നമ്മുടെ ഈ അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുക നമ്മുടെ ഈ മീറ്റിംഗിൽ അധ്യക്ഷം വഹിക്കുന്ന ലീന ടീച്ചറെയാണ്. ഈ മീറ്റിംഗ് ഇത്രയും വേവ് ലൈൻ മോഷൻ, അതായത് ഒരു പോസിറ്റീവ് വൈബാണ്. സ്മരണകളുടെ തിരതള്ളലിന് വേദിയൊരുക്കുന്ന നമ്മുടെ ഈ സദസ്സ് സൗഹൃദങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ ഒരു ദിനമാണ്. കൂടുതലായി പറഞ്ഞാൽ ഒരു നല്ല വലിയ ടോപ്പപ്പിൻ്റെ ഒരു റീചാർജിൻ്റെ വേളയാണിത്. കോളേജ് Alumni Association and the Secretary, and all the alumni of KE College who have come today from all the corners of the world. Today we stand here before you all on behalf of His Excellency to make this special day a little more special. Today, in addition to the alumni who have gathered here after years, we also have the teachers who made what the alumni are today. Path of learning. An admirable human being has taken his profession as a godsend and has utilized his stint as a teacher to better the outlook and aspirations of his students. In deference to the quality of head and heart so admirably displayed by Professor M.J. Thomas as a teacher of repute, we are pleased to confer on Professor M.J. Thomas the Governor's Award of Excellence on this, the 23rd day of June 2024. Signed, Dr. C.V. Ananda Bose, Governor of West Bengal. Signed, Dr. C.V. Ananda Bose, Governor of West Bengal. Professor V.T. Matthew, the Governor's Award of Excellence on this, the 23rd day of June 2024. Signed, Dr. C.V. Ananda Bose, Governor of West Bengal. Paid for by generations of students who passed through its portals, KE College stands tall among the community of colleges under the Mahatma Gandhi University.
ബഹുമാന്യനായ പ്രിൻസിപ്പൽ പ്രൊഫസർ ഐസൺ വി വഞ്ചിപ്പുറയ്ക്കൽ, ബഹുമാന്യനായ മാനേജർ റെവറൻഡ് ഡോക്ടർ കുര്യൻ ചാലങ്ങാടി, എൻ്റെ പ്രിയപ്പെട്ട ഇളയ സഹോദരിയും കുടുംബാംഗവുമായ പ്രൊഫസർ ലീന ചിറയിൽ, പ്രസിഡന്റ് അലുമിനി അസോസിയേഷൻ, KE കോളേജിൽ മാത്രമേ ഞാൻ പഠിച്ചുള്ളൂ. അതിനുശേഷം SP കോളേജിൽ പോയി PhD കിട്ടിയത് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. നമ്മൾ പഠിച്ചിട്ടൊന്നും കിട്ടിയതല്ല, തീസിസ് എഴുതി കിട്ടിയതാണ്. എൻ്റെ ജീവിതത്തിൽ അറിവ്, തിരിച്ചറിവ്, അറിവിനേക്കാൾ വലിയ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് നൽകിയത് ഈ KE കോളേജിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ എനിക്ക് അതിയായ നന്ദിയുണ്ട്. ഭാഗ്യമെന്ന് പറയട്ടെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയട്ടെ, ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്തർദേശീയ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കാൻ പോകാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ജനീവയിലെ സേൺ എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യൻ ന്യൂക്ലിയർ കൗൺസിലാണ്. അവിടെ ഭൂമിക്കടിയിൽ ആൽപ്സ് പർവ്വതം തുരന്ന് ആണ് ഒരു ലബോറട്ടറി ഉണ്ടാക്കിയിരിക്കുന്നത്. 27 കിലോമീറ്റർ ഉള്ള ഒരു ലബോറട്ടറി, ടണലാണ് ലബോറട്ടറി. അവിടെ ആണ് ഈ ഹിഗ്സ് ബോസോൺ ഈയിടെ കണ്ടുപിടിച്ചതെന്ന് നമ്മൾ വായിച്ചു. അവിടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോകാൻ ഇടയായിട്ടുണ്ട്. അന്തർദേശീയ ഉടമ്പടികൾ ചർച്ച ചെയ്യുമ്പോഴൊന്നും എനിക്ക് ഒരു പതർച്ചയും ഉണ്ടായിട്ടില്ല. കാരണം KE കോളേജിൽ പഠിച്ചത് പോരാ എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. എവിടെ പോയാലും KE കോളേജിൽ പഠിച്ചുകൊണ്ട് മാത്രമാണ് എനിക്കിതൊക്കെ കഴിഞ്ഞത്. നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഓഫ് ടീച്ചിങ്, ദ ക്വാളിറ്റി ഓഫ് ടീച്ചേഴ്സ്. അതുപോലെ നമുക്കറിയാം, കേട്ടെന്ന് പറയാറുണ്ട്, അതാണ് ഇവിടുത്തെ അധ്യാപനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം എന്ന് ഞാൻ കരുതുന്നു. അത് തന്നെയാണ് വാട്ട് മേക്സ് എ ഡിഫറൻസ് ഇൻ KE കോളേജ്. ഇപ്പം ഞാൻ വന്നത് ഇതുപോലൊരു തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു സംസ്ഥാനത്ത് അവിടെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ അടിയാണ്. ബംഗാളിലല്ല കേട്ടോ, ബംഗാളിലെ കേരളമല്ല, വേറൊരു സ്ഥലം. എന്താ വെച്ചാൽ ഏതെങ്കിലും പത്രത്തിൻ്റെ മൂലയിൽ നാളെ അല്ല മറ്റന്നാൾ തത്തമ്പള്ളി CYM ഒരു പ്രസംഗ മത്സരം നടക്കുന്നു, നീ അതിന് പോകുന്നില്ലേ? അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കും. എന്നിട്ട് പോകാൻ നേരത്ത് ഒരു 20 രൂപയില്ല. അന്ന് ആ 20 രൂപ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പോയി വരാൻ 10 രൂപ മതി. അത്ര കൈപിടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശൈലിയായിരുന്നു ആന്റണി അച്ഛൻ. എല്ലാ അച്ഛന്മാരും എങ്ങനെയായിരുന്നു. ഞാൻ പപ്പിയാസിനെ കുറിച്ച് പറയാം. ഞാൻ ഇപ്പോഴും ആരാധിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള, എനിക്ക് ഏറ്റവും അധികം സ്നേഹം ചെലുത്തിയിട്ടുള്ള, എൻ്റെ വീഴ്ചയ്ക്കെല്ലാം കാരണക്കാരനായ പപ്പിയാസിനെ ഞാൻ നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ്. ആന്റണി അച്ഛൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു സ്ത്രീ, അവർക്ക് 3 പെൺമക്കളാണ്. 3 പേരെ കല്യാണം കഴിച്ചു. 3 പേരും തിരികെ വന്നു. പരാതിയെ പറയാം, ഞാൻ കത്തി. അപ്പൊ ഈ പ്രായമായ സ്ത്രീ 3 അടുപ്പ് വെച്ചു. ഓരോ അടുപ്പിലും ഓരോ കലം വെച്ചതിൽ വെള്ളം ഒഴിച്ചു, വെള്ളം ചൂടാക്കി തിളപ്പിച്ചു. ഒരു കലത്തിലേക്ക് ഉരുളക്കിഴങ്ങ്, മറ്റേ കലത്തിലേക്ക് ഒരു മുട്ട ഇട്ടു. 3ാമത്തെ കലത്തിലേക്ക് ശകലം ഈ കോഫി ബീൻസ്, നമ്മുടെ കോഫി ബീൻസ് അല്ലാതെ കിട്ടുമല്ലോ, കാപ്പിക്കുരു. കുറെ കഴിഞ്ഞ് അവർ പറഞ്ഞു, നീ നോക്ക, ഈ ഉരുളക്കിഴങ്ങ് വളരെ ഹാർഡായിരുന്നല്ലോ, അത് തിളപ്പിച്ച് കഴിഞ്ഞാൽ സോഫ്റ്റായി മാറും. മുട്ട ഇട്ടാൽ പൊട്ടും, പക്ഷെ മുട്ട പുഴുങ്ങിക്കഴിഞ്ഞ് പൊട്ടത്തില്ല, ഇല്ലേ? കൂടുതൽ ശക്തമായി. ഈ കാപ്പിക്കുരു വെള്ളത്തെ മുഴുവൻ കാപ്പിയാക്കി മാറ്റി. അപ്പോൾ താൻ എവിടെ കിടക്കുന്നു അതിനെ മാറ്റാൻ കഴിയുക. അങ്ങനെ സ്വന്തം സ്വാധീനം ഉപയോഗിച്ച്, സ്വന്തം സ്വഭാവം കൊണ്ട്, സ്വന്തം പ്രവൃത്തി കൊണ്ട് സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയുക. അതാണ് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ലക്ഷ്യം എന്ന് ആന്റണി അച്ഛൻ പറഞ്ഞ ഇന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. Are you able to become a catalyst in the changing process? Are you change agent? അതായത് ഇംഗ്ലീഷ് അധ്യാപികയായ ലീനയ്ക്കറിയാം, ഈസ് 1916 എന്ന കാവ്യത്തിൽ നൊബേൽ ജേതാവായ W.H. പറയുന്നു, all change eternally, all change eternally, a terrible beauty is born. All change eternally, a terrible beauty is born. അതുപോലെ ഒരു പരിവർത്തനം ഉണ്ടാക്കത്തക്ക രീതിയിൽ വിദ്യാർത്ഥികളുടെ മനസ്സിനെ പരിവപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് KE കോളേജ് അധ്യാപകർക്ക് സാധിച്ച ഏറ്റവും വലിയ നേട്ടം. നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്.
Second thing is, Dr. Leena, who is the president of the Alumni Association, had introduced a young author whose name was Mrs. Asha to His Excellency. Her daughter belongs to West Bengal. So His Excellency got very much impressed by the book that was gifted to him. So he has also decided to confer on her, that is Mrs. Asha, and her daughter, the Brave Heart Award, which will carry a citation, a trophy, and an amount of rupees 1 lakhs. His Excellency has got a personalized painting with his signature on the painting and some books of his for all the alumni who have gathered here today after years from all corners of the world. These paintings have been kept with Dr. Leena, the president. They can be collected after this function gets over. Thank you so much. കൊമേഴ്സിൽ HOD അലുമിനി സെക്രട്ടറി ആക്കിയപ്പോൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് നമ്മൾ 100-150 പേരുടെ അലുമിനി മീറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. KE കോളേജിലെ അലുമിനി മീറ്റ് വെച്ചാൽ 150 പേര് പോരാ എന്നുള്ള തോന്നലിൽ നിന്നുണ്ടായ സ്പാർക്കാണ് 1500 പേരുള്ള ഇന്നത്തെ അലുമിനി മീറ്റിലേക്ക് എത്തുവാൻ നമുക്ക് സാധിച്ചത്.